ഇടിയൻ ചന്തു വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ച തിയേറ്ററുകളിൽ റിലീസായ സിനിമയാണ്. സിനിമ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. വിഷ്ണു ഒരു ഷോർട്ട് ടെമ്പേർഡാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. അതിന് കാരണം അവൻ്റെ അച്ഛൻ തന്നെയാണ്. അവൻ്റെ അച്ഛൻ ഒരു കോൺസ്റ്റബിളാണ്. പുള്ളി ഭയങ്കര അടിയും റൂഡാണ്. പുള്ളി അറിയപ്പെടുന്നത് തന്നെ ഇടിയൻ ക്യാരക്ടറിൻ്റെ പേരേ മറന്നു, അങ്ങനെ എന്താണ് അറിയപ്പെടുന്നത് തന്നെ. അമ്മയോടായാലും എല്ലാം തന്നെ പുള്ളി അങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്ത് ഇവനിത് കണ്ട് വളർന്ന് ഈ കുഞ്ഞും എന്ത് പറഞ്ഞാലും അടിയും ബഹളമായിട്ട് ഭയങ്കര നാട്ടിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അങ്ങനെ ഇടിയൻ സ്വഭാവമുള്ള പ്രകൃതമുള്ള ഒരാൾ വളർന്നു വന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയങ്ങളിലും നേരിട്ട് അവസാനം കൈവച്ചിട്ട് വമ്പൻ സ്ഥാനത്ത് പോയി കൈവയ്ക്കുന്നു. അതിൻ്റെ റിഫ്ലക്ഷൻ ഭയങ്കരമായിട്ടുണ്ടാകുന്നു. അതിന് പ്രതികാരം ചെയ്യാൻ പോകുന്നു. ഇതാണ് കഥ. അതായത് ഈ കഥ എവിടെ പോകും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമുക്കൊരു വിധമൊക്കെ ഊഹിക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു കഥയാണ്. വലിയ സ്ട്രെങ്ത് ഒന്നുമില്ലാത്ത ഒരു കഥ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ടുകൊണ്ടിരിക്കാം എന്നുള്ള ലെവലിൽ അവർ മേക്ക് ചെയ്തിട്ടുണ്ട്. OTTയിൽ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഒത്തിരി ട്രോൾ വരാനുള്ള സീൻസൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റി വെച്ചാൽ പോലും കുറച്ച് നല്ല മുഹൂർത്തങ്ങളും സിനിമയിൽ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലെനയുടെ ക്യാരക്ടർ അവർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്തിരുന്നു. പിന്നെ നമ്മുടെ ജോണി ആൻ്റണി, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ ആ കുടുംബ പശ്ചാത്തലം, നമ്മുടെ ഹീറോയിൻ്റെ അച്ഛനായിട്ടാണ് ജോണി ആൻ്റണി. അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ലി ആയിട്ട് അവർ അച്ഛൻ മക്കൾ എന്നുള്ളൊരു കൺസെപ്റ്റൊക്കെ നല്ല രസമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനായിട്ട് അഭിനയിച്ച ആ കുട്ടിക്ക് ജോണി ആൻ്റണിയുടെ ക്യാരക്ടർ കൊടുക്കുന്ന ആ ഒരു റെസ്പെക്റ്റ്, അതൊക്കെ അടിപൊളി ഒരു സീക്വൻസ് ആയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സീക്വൻസ് ആയിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഇവർ പരസ്യം കൊടുക്കുമ്പോൾ ഉൾപ്പെടെ പീറ്റർ ഹെയ്ൻ സംഘട്ടനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം ചെയ്തിരുന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഓക്കെ, ഇതൊരു ഇടിപ്പടമാണല്ലോ, എന്തായാലും ഇടിയൻ ചന്തു എന്നൊക്കെയാണല്ലോ. അപ്പോൾ ഫൈറ്റിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ഫൈറ്റ് കുറച്ച് ഭയങ്കര സെറ്റപ്പായിട്ട് ചെയ്യണമായിരിക്കും, അതുകൊണ്ടായിരിക്കുമല്ലോ ഇയാളെ കൊണ്ടുവന്നത് എന്ന് നമുക്ക് തോന്നുമായിരിക്കും. ആ ഒരു പ്രതീക്ഷയോടെയാണ് സിനിമ കാണുന്നത്. പക്ഷേ ഒരു സീനിൽ പോലും അല്ലെങ്കിൽ ഒരു ഫൈറ്റിൽ പോലും പീറ്റർ ഹെയ്നാണിത് ചെയ്തതെന്നുള്ളൊരു സംഭവം കിട്ടുന്നില്ല. സംഭവം നാടൻ തല്ലിൻ്റെ ഒരു രീതിയാണ് പിടിച്ചേക്കുന്നതെങ്കിൽ പോലും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പീറ്റർ ഹെയ്ൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എത്രയോ കഴിവുള്ള ഫൈറ്റ് മാസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അല്ല, അവർ ചെയ്ത് വെച്ചതൊക്കെ തന്നെ ഇതിനകത്തും ഉള്ളൂ, ആ ഒരു സ്റ്റൈലൊക്കെ തന്നെ ഉള്ളൂ. ഇതിനെന്തിനാണ് അദ്ദേഹത്തിനെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു സംഭവം ഇതിനകത്ത് കാണാനുമില്ല. ഇനി മേ ബി പുള്ളി ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞ് ഇതൊക്കെ ചെയ്താൽ മതി, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് ചെയ്തുകൊണ്ട് പുള്ളിയുടെ പേര് വെച്ചാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും പീറ്റർ ഹെയ്ൻ എന്ന പേര് വെച്ചതിനുള്ള ഒരു സാധനവും സിനിമയ്ക്കുള്ളിലില്ല. പിന്നെ അങ്ങനെ ഓർത്തോർത്ത് പറയാൻ ഒന്നുമില്ല. എന്തിനാ വെച്ച് നീട്ടുന്നത്? ഒറ്റ വാക്ക് ഇത്രയേ ഉള്ളൂ, ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ സിനിമ ആസ്വദിക്കാൻ വേണ്ടി ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കരുത് എന്നുള്ള കൺസെപ്റ്റിൽ നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. ഈ സിനിമ OTTയിൽ റിലീസ് ആയതിനു ശേഷം നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരുപാട് കണ്ടൻറ്റ് നമ്മുടെ ചുറ്റുമുള്ള ട്രോൾ വീരന്മാർ നമുക്ക് ചെയ്തു തരും. അതിനുള്ള സാധനത്തിനകത്തുണ്ട്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അടുത്തുള്ള തിയേറ്ററിൽ സിനിമയുണ്ട്, കാണുക, കണ്ട് നിങ്ങൾ വിലയിരുത്തുക. താങ്ക് യു.